ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് റോസസ് ഉണ്ടാക്കുന്നതെന്നാണ്. അപ്പോൾ ഈ റോസസൊക്കെ നമുക്ക് നല്ല ഒറിജിനൽ ലുക്കിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വിപ്പിംഗ് ക്രീം എങ്ങനെ സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ ഇതിന് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നോസിൽ NOOR 44 എന്ന് പറഞ്ഞൊരു നോസിലാണ് ഞാനവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരറ്റം വീതി കുറവും ഒരറ്റം വീതി കൂടുതലുമാണ്. അപ്പോൾ വീതി കുറവുള്ള അറ്റമാണ് നമ്മൾ മുകളിലേക്ക് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിവിടെ ഒരു കേക്ക് ഐസിങ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഞാനിവിടെ ചോക്ലേറ്റിൻ്റെ ലേസിൻ്റെ ഡെക്കറേഷൻ ചെയ്ത് വച്ചിരിക്കുന്ന ഒരു കേക്കിന് റോസെറ്റ്സ് കൊടുക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൈപ്പിംഗ് ബാഗിൻ്റെ ടിപ്പൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനകത്തേക്ക് നമ്മൾ നോസിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒത്തിരി കട്ടായി പോകരുത്. പിന്നീട് നമ്മൾ വിപ്പിംഗ് ക്രീമിൽ ഞാനിവിടെ ഒരു പർപ്പിൾ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തിന്നായിട്ടുള്ള അറ്റം മുകളിലേക്ക് വരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ റോസസ് വരയ്ക്കുമ്പോൾ. അപ്പോൾ ആദ്യം നമ്മൾ റോസ് വരയ്ക്കാനുള്ളൊരു നെയിൽ എടുക്കുക. ഈ സ്റ്റാൻഡിന് പറയുന്ന പേരാണ് റോസ് നെയിൽ. അപ്പോൾ അതിലേക്ക് കുറച്ച് ക്രീമാക്കി കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ ഓരോ പെറ്റൽസ് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പെറ്റൽ വരച്ചു, പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ അടുത്ത പെറ്റൽ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പോൾ പല മോഡലിലുള്ള റോസസ് നമുക്ക് ഈ ഒരു പെറ്റൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് നമ്മൾ കുറച്ച് ക്രീം ഇതിന് വേണ്ടി മാത്രം റോസസ് പ്രാക്ടീസ് ചെയ്യാൻ മാത്രം മാറ്റി വയ്ക്കുക. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ട് തോന്നും, പക്ഷേ ബൈ പ്രാക്ടീസ് നമുക്കിത് വളരെ ഈസി ആയിട്ട് നല്ല പെർഫെക്റ്റായിട്ട് ഉള്ള റോസസ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ കേക്കിലേക്ക് വെക്കുന്നതിന് മുമ്പ് കേക്കിൽ കുറച്ച് ക്രീമാക്കി കൊടുത്തതിന് ശേഷം ഒരു ഫോർക്കോ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു സിസേഴ്സ് വെച്ചിട്ടോ നമുക്ക് ഈ റോസ് കേക്കിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ റോസസൊക്കെ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് തന്നെ ചെയ്യാവുന്നതാണ്. നമ്മൾ ഓരോ പെറ്റലും വരച്ച് കഴിഞ്ഞതിന് ശേഷം നോസിലൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നല്ല ക്ലിയർ പെറ്റൽസ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. നമുക്ക് നല്ലൊരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്കിത് വളരെ ഈസി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. റോസിൻ്റെ കളേഴ്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഈ ഒരു കേക്കിൽ വൺ സൈഡ് മാത്രം റോസ് കൊടുത്തിട്ട് നെക്സ്റ്റ് സൈഡിൽ നമുക്ക് വേണമെങ്കിൽ പേരെഴുതാം. അങ്ങനെ നമ്മുടെ ഐഡിയ പോലെ നമുക്ക് എന്തും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു മോഡലിലാണ് ചെയ്യുന്നത്. അതായത് മിക്സഡായിട്ട് കുറച്ച് റോസസ് വയ്ക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തവണ ഞാൻ ഫോർക്ക് വെച്ചിട്ടാണ് ഫ്ലവർ ഫിക്സ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. വീണ്ടും ക്രീമാക്കി കൊടുത്തു. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, നമ്മളിങ്ങനെ റോസസിൻ്റെ പെറ്റൽസ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ കേക്കിൻ്റെ നെയിൽ, അതായത് ഞാൻ പിടിച്ചിരിക്കുന്ന സ്റ്റാൻഡ് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് റോസസ് വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാനിവിടെ പർപ്പിൾ കളറും പിന്നീട് യെല്ലോ കളർ ഫ്ലവേഴ്സുമാണ് വയ്ക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫ്ലവേഴ്സ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായിട്ടിരിക്കണം. അപ്പോൾ നമ്മൾ കളേഴ്സൊക്കെ ആഡ് ചെയ്യുന്ന ടൈമിൽ ക്രീം ചിലപ്പോൾ ഒന്ന് ലൂസായി പോയേക്കാം. അപ്പോൾ ആ ടൈമിൽ നമ്മൾ കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ ക്രീം നല്ല സ്റ്റിഫായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ വിപ്പിംഗ് ക്രീം എങ്ങനെ സ്റ്റിഫാവുന്നോ അതനുസരിച്ചിരിക്കും നമ്മുടെ ഫ്ലവറിൻ്റെ പെർഫെക്ഷൻ ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ യെല്ലോ
വിപ്പിംഗ് ക്രീം ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. ഞാൻ നോസിൽ സെയിം തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് ടൈപ്പിലുള്ള ഫ്ലവർ വേണമെങ്കിലും നമുക്ക് ഈ ഒരു നോസിൽ വെച്ചിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് യെല്ലോ കളർ വയ്ക്കാം, പീച്ച് കളർ യൂസ് ചെയ്യാം, റെഡ്, വൈറ്റ്, നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഏതൊരു കളർ വെച്ചാലും നമ്മുടെ റോസസ് കാണാൻ നല്ല ഭംഗിയാണ്. കുറച്ച് ക്രീം നമ്മളിതുപോലെ ആ റോസ് നെയിലാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളിതുപോലെ ഓരോ പെറ്റൽസും നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്ലവറിന് എന്തോരം വലിപ്പം വേണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു ബഡ് പോലെ ചെയ്യണമെങ്കിൽ അതുപോലെ ചെയ്യാം. ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഫ്ലവർ കുറച്ചുകൂടെ വലുതാക്കണമെങ്കിൽ നമുക്ക് ആ രീതിയിലും പെറ്റൽസ് വരച്ചു കൊടുക്കാവുന്നതാണ്. എല്ലാം നമ്മുടെ ചോയ്സാണ് ഇതിൽ. എവിടെയാണോ ഫ്ലവർ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ കുറച്ച് ക്രീമാക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മളവിടെ ഫ്ലവർ ഫിക്സ് ചെയ്ത് കൊടുക്കുക. സിസേഴ്സ് വെച്ചിട്ട് വെക്കുന്നതാണ് കുറച്ചും കൂടെ ഒരു ഈസി ആയിട്ട് എനിക്ക് തോന്നിയത്. ഇനി നമ്മൾ ഇതിൻ്റെ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാനായിട്ട് ഞാനിവിടെ സ്റ്റാർ നോസിലാണ് എടുത്തിരിക്കുന്നത്. അതിലപ്പോൾ കുറച്ച് സ്റ്റാർസ് ഗ്യാപ്പിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഗ്രീൻ കളറാണ് അതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ ഒരു ഡെക്കറേഷനാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. വളരെ ഈസിയാണ്. എല്ലാവർക്കും ഒരു ചെറിയൊരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും വളരെ പെർഫെക്റ്റായിട്ട് ഒറിജിനൽ ലുക്കിൽ തോന്നിക്കുന്ന ഫ്ലവേഴ്സ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ബിഗിനേഴ്സിനൊക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. വിപ്പിംഗ് ക്രീമൊക്കെ നമ്മുടെ കയ്യിലുള്ള ടൈമിൽ നമ്മൾ കുറച്ച് ക്രീം ഇതിന് വേണ്ടിയിട്ട് മാത്രം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമുക്കത് നല്ല ക്ലിയർ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഒറിജിനലായിട്ട് ചെയ്യുന്ന ടൈമിൽ ടെൻഷൻ ഫ്രീ ആയിട്ട് തന്നെ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്താലാണ് എനിക്ക് മനസ്സിലാകത്തുള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന്. പിന്നെ എൻ്റെ നെക്സ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.